ഇതിൻ്റെ മോഡുകളെ പറ്റി പറയാം, എങ്ങനെയാണ് മോഡ് കാര്യങ്ങളെല്ലാം? സിറ്റി ഈക്കോ, പിന്നെ സ്പോർട്സ്. ഈ 3 മോഡ് ചോദിക്കും. ഞാൻ അങ്ങനെ സ്പോർട്സിൽ അധികം ഓടിച്ചിട്ടില്ല. സ്പോർട്സ് മോഡ് ഒരു അത്രയും പവർഫുൾ മോഡാണ്. നമുക്കത് അത്രയും നല്ല റോഡ് കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിലുള്ള ഒരു ഹൈവേയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും ഇവിടെ ക്യാമറയുടെ ബാനുണ്ട്. അത് മേടിച്ചിട്ട് ഓടിക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് സ്പോർട്സ് മോഡ് പല ആൾക്കാരും ഓവർടേക്കിങ്ങിന് മാത്രമാണ് സ്പോർട്സ് മോഡ് യൂസ് ചെയ്യാറുള്ളത്. ബാക്കി എല്ലാവരും സിറ്റി. ഇതല്ല ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇപ്പോൾ സ്റ്റിയറിംഗിന്റെ അടിയിൽ മറ്റേ പാഡൽ ഷിഫ്റ്റ് സ്വിച്ച് വെച്ചിട്ട് അതൊക്കെ എന്താണ് റീജിയൻ ആണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു സാധനം. റീജിയൻ ആണ്. നമുക്ക് കുറച്ചുകൂടെ മൈലേജ് ഇമ്പ്രൂവ്. ഇതിന് നമുക്ക് 1 പെഡൽ ഡ്രൈവിംഗ് എന്നാണ് പറയുന്നത്. അധികം നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യണ്ട, ആക്സിലേറ്റർ മാത്രം മതി. ഇപ്പം ഒരു റീജിയൻ ഈക്വൽ നമ്മളൊരു റീജിയൻ 2 ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ആക്സിലേറ്റർ ചവിട്ടിയിട്ട് റിലീസ് ആവുന്ന സമയത്തും ഇത് ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് സ്ലോ ആയിക്കോളും വണ്ടി. പിന്നെ ഇതിനെ റേഞ്ച് നമുക്ക് കൂട്ടാൻ പറ്റും. മോട്ടർ റീജിയൻ വർക്കാവുന്ന സമയത്ത് മോട്ടർ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇറങ്ങുന്നത് കൊണ്ട് കുറച്ചുകൂടെ കിലോമീറ്റർ ഇതിനകത്ത് ചാർജ് കയറിക്കോളും. മോട്ടറിൽ റിട്ടേൺ ചാർജ് കയറിക്കോളും. അപ്പോൾ അത് അങ്ങനെയായിട്ട് അപ്പോൾ അതിലിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഞ്ച് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. റീജിയന് നമുക്ക് നല്ല ഇറക്കമുള്ള റോഡിൽ നമുക്ക് റീജിയനൊക്കെ നല്ല രീതിക്ക് വർക്കാവുന്നതാണ്. നല്ല റേഞ്ചും കിട്ടാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ഈ ഹൈവേയിലോ നമ്മൾ ഇവിടെ ഓടുന്ന റേഞ്ച് ആയിരിക്കില്ല. അങ്ങനെ റീജിയൻ വർക്കാവുന്ന ഏരിയകളിൽ നമുക്ക് നല്ല രീതിക്ക് റേഞ്ച് ഇതിനകത്ത് റീജിയനിൽ തന്നെ 1, 2 അങ്ങനെ 3 ഉണ്ട്. പിന്നെ റീജിയൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ വർക്കാവുന്നില്ല. ഈ 1, 2 അങ്ങനെ അത് കൂടുമ്പോൾ എന്താണ് കൂടുതലായിട്ട് വർക്കാവുന്നതാണോ 2 ഒക്കെ ഇടുമ്പോൾ? ഇപ്പം നമുക്കൊരു ചെറിയൊരു ബ്ലോക്കുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ റീജിയൻ 1 മതി. കുറച്ചുകൂടെ നമുക്ക് ട്രാഫിക്കിന്റെ ഒരു ഇത് കൂടുന്ന സ്ഥലത്ത് നമുക്ക് റീജിയൻ 2 മതി. ഹെവി ട്രാഫിക് ഉള്ള സ്ഥലത്ത് നമുക്ക് റീജിയൻ 3 മതി. ഇപ്പം സ്ട്രീറ്റ് ഹൈവേയിലൊക്കെ നമുക്ക് റീജിയൻ 0 തന്നെയാണ് ബെറ്റർ. അതിന്റെ ഓഫ് ആക്കിയിട്ടുള്ള റീജിയൻ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക്. മാക്സിമം നമുക്ക് അവിടെ കയറി പോകുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ അടുത്ത് ചോദിക്കാൻ വരുന്നത്, പല ആൾക്കാരും EV എടുക്കുമ്പോൾ കുറേ സംശയങ്ങൾ, കാരണം അവർ കുറച്ചുകൂടെ കഴിയട്ടെ, ഇനി കുറച്ച് ബെറ്റർ ആയിട്ട് മതി, EV എടുക്കാൻ സമയമില്ല, കുറച്ചുകൂടെ ബെറ്റർ ആവട്ടെ, കുറച്ചുകൂടെ ഇത് പുരോഗമിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിപ്പോഴും സാധാ പെട്രോൾ ഡീസൽ എഞ്ചിനിലോട്ടാണ് കൂടുതലായിട്ട് പോകുന്നത്. അവരോട് ഒരു ഉപദേശം എന്ന് പറയാനുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു തവണ EV ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡീസൽ കാർ, പെട്രോൾ കാർ, എല്ലാ ആൾക്കാരല്ല, കുറേ ആൾക്കാർ കംഫർട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ, പല ആൾക്കാരും ആ വണ്ടിയൊക്കെ ഇത് കംഫർട്ടായിട്ട് തോന്നും. കാര്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയുക, നമുക്ക് ഒട്ടും തന്നെ വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു സൗണ്ട് നോയ്സോ ഒന്നുമില്ല. അത്രയും നമുക്ക് എൻജോയ് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഒരു സാധാ അല്ലാത്തൊരു വണ്ടിക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു പവർ കാര്യങ്ങളൊക്കെ ഇത് ഓടിക്കുമ്പോഴത്തേക്ക് ആ ഒരു പവർ ഇപ്പോൾ ബാക്കി ഇതിനൊക്കെ ടോർക്കും BHP ഒക്കെ ബാക്കിയുള്ള കാരണമാണെന്നുണ്ടെങ്കിലും ഒരു ഇനിഷ്യൽ പവർ അതെന്നും ഇപ്പോൾ EVക്ക് തന്നെയാണ് കൂടുതൽ. ഇപ്പം ഇതിന്റെ സെഗ്മെന്റിൽ ഏത് കാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനേക്കാൾ പവർഫുൾ ആണ് ഇലക്ട്രിക്. പക്ഷേ ഞാൻ ഈ സെയിം വണ്ടി ഞാൻ ഒരിക്കൽ ഓടിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം, നമുക്കിപ്പോൾ ഒരു റോഡിൽ പോയിട്ട് ഒന്ന് റിവേഴ്സ് ഇട്ട് കറക്കി തിരിച്ചെടുത്ത് പോകാനുള്ള ഒരു ടൈമുണ്ട്. നമുക്ക് സാധാരണ മറ്റേ ഗിയർ ലിവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, ക്ലച്ച് ഔട്ടുന്നു, റിവേഴ്സ് ഇടുന്നു, പോകുന്നു. ഇത് കുറച്ച് ഡിലേ ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് ഇതിൻ്റെ ആ ഒരു ഗിയർ ഷിഫ്റ്റിങ് നോബ് ഒരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലേ, ഞാൻ ഓടിച്ചപ്പോഴത്തേക്ക് ഇതേപോലെ ആയിരുന്നു. ഫസ്റ്റ് കയറിയതായതുകൊണ്ട് ഈ നോബ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിലോട്ടൊന്നും നമ്മൾ മൈൻഡ് സെറ്റ് ആവുന്നില്ല. നമ്മളത് യൂസ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പക്ഷെ വേറെ കാർ ഉപയോഗിച്ചിട്ട് വരുന്ന, ഗിയർ ഉപയോഗിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും വലിയ പ്രോബ്ലം ആയിട്ട് തോന്നൂല ഈ സാധനം. അപ്പോൾ ഇത് ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും ഫസ്റ്റ് എടുക്കുമ്പോൾ. ഫസ്റ്റ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നെ അങ്ങോട്ട് യൂസ്ഡ് ആയിക്കോളും, നമ്മൾ അങ്ങോട്ട് സെറ്റ് ആവും. ഇപ്പം നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങളിൽ ചാർജിങ് സ്റ്റേഷൻ ആയിട്ടുണ്ടോ? ഇപ്പോൾ ഏറെക്കുറെ മിക്കവാറുള്ള സ്ഥലങ്ങളിലും ചാർജിങ് സ്റ്റേഷൻ ആവശ്യമായിട്ടുണ്ട്. പിന്നെ KICBയുടെ ചാർജിങ് സ്റ്റേഷൻസ് ഒരിക്കലും നമ്പി EV എടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം KICBയിലാണ് ഏറ്റവും കൂടുതൽ കറണ്ട് കട്ടുള്ളത് ചാർജിങ് സ്റ്റേഷനിൽ. അല്ല, ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ വീട് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്, പെട്ടെന്ന് പവർ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഈ നോബ് ഫ്രീ ആയിട്ട് വരുന്നതായിരിക്കും? ഇല്ല, അവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവാനുള്ള സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തിരിച്ച് കറണ്ട് വരുന്ന സമയത്ത് പിന്നെയും ചാർജ് ആയിക്കോളും. ടോട്ടലായിട്ട് പറയാം, നമുക്കൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സെയിം ചാർജ് ചെയ്യുക, ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. എത്ര വരെ ചാർജ് ഡൗൺ ആവാം? നമ്മളെ ഫോണുകളിൽ തന്നെ, ഫോണിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു 10% താഴെ പോകാൻ പാടില്ല. അതേപോലെ തന്നെ കാർ ഒരു ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബാറ്ററി ലൈഫിന് നല്ലതായിരിക്കും. ഞാൻ മാക്സിമം ഒരു 20 താഴെ ഞാൻ കൊണ്ടുപോകാറില്ല. പിന്നെ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്കത് നോക്കാൻ പറ്റില്ല.
ചിലപ്പോൾ താഴോട്ട് പോകും. ഇപ്പോൾ അതായത് നമുക്കിപ്പോൾ കുറച്ച് പ്ലാൻ ചെയ്യണം, എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ. ഈ കാർ എടുക്കുന്ന ആൾക്കാർ ലോങ് പോകുമ്പോഴത്തേക്കും വളരെയധികം പ്ലാൻ ചെയ്യണം. ബാക്കിയുള്ള കാറിൽ പോലെയല്ല, എല്ലാം ചാർജിങ് സ്റ്റേഷൻ പോകുന്നത് ഏത് റൂട്ടാണ്, ഏത് റൂട്ടിൽ പോകുന്ന റൂട്ടിൽ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, ഏതൊക്കെയാണത്, ഇതൊക്കെ നോക്കണം. ഇതെല്ലാം നോക്കി പ്ലാൻ ചെയ്തിട്ടേ വെറുതെ അങ്ങനെ വണ്ടി എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റൂല. അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ വഴി കിടക്കും. അങ്ങനെ ചില വണ്ടികളൊക്കെ വഴിയിൽ അങ്ങനെ ആയി കിടക്കുന്നുണ്ട്. ലോങ് പോകുന്ന സമയത്ത് ഇതിനെ അങ്ങ് താഴോട്ട് കൊണ്ടുപോകാൻ വരെ വെയിറ്റ് ചെയ്യാതെ അതിന് മുന്നേ ഏതെങ്കിലും ചാർജ് സ്റ്റേഷനിൽ കയറിയിട്ട് ചാർജ് ചെയ്യുക. പിന്നെ ഇപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം പല ആൾക്കാരും പറയാറുള്ളത്, ഇലക്ട്രിക് വണ്ടികളുടെ എണ്ണം കൂടിയതിന് ശേഷം അവർക്ക് ചാർജിങ് സ്റ്റേഷനിൽ ഒത്തിരി ക്യൂ അനുഭവപ്പെടാറുണ്ട്. നമ്മളെ വണ്ടി വരുന്നതിന് മുന്നേ വേറെ 2 വണ്ടി അവിടെ കിടക്കും. പക്ഷേ എന്നാലും അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു മണിക്കൂറെങ്കിലും വേണ്ടേ ഫുൾ ചാർജ്? ഒരു കാർ ചാർജ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ, അപ്പോൾ 2 കിടക്കണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ. അത് കഴിഞ്ഞ് 3ാമത്തെ മണിക്കൂറിൽ നമ്മളെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അത്രയും ഡിലേ ആണ്. അതൊക്കെയാണ് EV കാറിന്റെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ചാർജിങ് സ്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കാവാതിരിക്കുക, പിന്നെ ഇതേപോലുള്ള കാര്യങ്ങൾ, ഇവിടെയൊക്കെ നമുക്ക് അധികം സമയം നഷ്ടം വരും. ഇല്ല, ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചാർജിങ് സോക്കറ്റ് എന്തെങ്കിലും നമുക്ക് വണ്ടിയുടെ കിട്ടുന്നുണ്ട്? ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് ഇതേപോലെ വേറെ കാറുകളിൽ നിന്നും ചാർജ് കയറ്റാൻ പറ്റുമെന്ന്. പഞ്ചിന് അങ്ങനെ കയറ്റാൻ പറ്റും. ഞാൻ ചോദിച്ചതല്ല, നമുക്കിപ്പോൾ പുറത്ത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതുപോലെ നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹിൽ സ്റ്റേഷനിലൂടെയൊക്കെ പോവുകയാണ്, ഒരു റിസോർട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ട്, നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് തിരിച്ചു വരാൻ സമയത്തേക്ക് വണ്ടിക്ക് വേണ്ടി നമുക്ക് അവിടെ ചാർജ് ചെയ്യാം. അവിടെ പക്ഷേ ചാർജർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതുപോലത്തെ സമയത്ത് നമുക്ക് സാധാ ഓല ഏതറിലൊക്കെ വരുന്നത് പോലെ അഡീഷണൽ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടോ വണ്ടിക്കകത്ത്? ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ചാർജ് വളരെ ലോ ആണ്, അവിടെ എവിടെയെങ്കിലും വല്ല ഹോട്ടൽസോ അല്ലെങ്കിൽ വീടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പവർ പ്ലഗിൽ നമ്മുടെ ഫ്രിഡ്ജിന്റെയും വാഷിംഗ് മിഷീന്റെ ഒക്കെ പവർ പ്ലഗ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതിനുള്ള ചാർജർ വണ്ടിയിൽ അതിന്റെ ഒരു നെഗറ്റീവ് ഉണ്ട്. അല്ല, അതിനുള്ള ചാർജർ തന്നിട്ടുണ്ട് വണ്ടിക്ക്? ഇല്ല, നമ്മുടെ നോർമൽ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചാർജർ തന്നെ എക്സ്റ്റൻഷൻ കേബിൾ വെച്ചിട്ട് നമുക്കത് ഇപ്പൊ ചിലപ്പം അകത്തോട്ടായിരിക്കുമല്ലോ ആ പോയിന്റ്, ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ചാർജ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എർത്തിന്റെ പ്രശ്നം വന്നിട്ട് ചിലപ്പോൾ ഈ വണ്ടിക്ക് ചിലപ്പോൾ ട്രിപ്പ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആർക്കൊക്കെ വണ്ടി ട്രിപ്പ് ആവാനാണോ? അതായത് ഇപ്പം എർത്തിന്റെ പ്രോബ്ലം കൊണ്ട് ഇപ്പൊ വേറെ എവിടെയും പോകുമ്പോഴത്തേക്കും ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എർത്തിന്റെ പ്രശ്നം വന്നിട്ട് ചിലപ്പോൾ വണ്ടിക്ക് ട്രിപ്പ് ആവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ വണ്ടി എടുക്കാതാവാം. പ്രശ്നമുണ്ട്. അല്ല, പലരും ലോങ് പോകുന്ന ആൾക്കാർ എർത്തിങ്ങിന്റെ ഒരു കമ്പിയും കൂടെ ഒരു കരുതാറുണ്ട് എവിടെയെങ്കിലും. ഫുള്ള് വയറിങ് പണി പഠിച്ചിരിക്കണം അപ്പോൾ. അത് കൊള്ളാം എന്തായാലും. പിന്നെ ഇതിൻ്റെ വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങൾ, വണ്ടിയുടെ ഓവറോൾ ഒരു ഫീച്ചേഴ്സ് ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? അതായത് നാളെ ഇപ്പം ഞാൻ വണ്ടി എടുക്കാൻ പോവുകയാണെന്ന് വയ്ക്കുക, അപ്പോൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? വണ്ടി മാക്സിമം എന്താ പറയുക, ഇത് ഒത്തിരി ഓട്ടം ഉള്ളവർക്ക് മാത്രമേ EV എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ കാറ് മേടിച്ചിട്ട് ഇപ്പം ഒരു കല്യാണത്തിന് പോകാനോ അല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റലിൽ പോകാനോ വേണ്ടിയിട്ട് EV മേടിച്ചിട്ട് അവർക്ക് ഒരു ലാഭം ഇതിൽ നിന്ന് കിട്ടൂല. അതുകൊണ്ട് മാക്സിമം ഓടുക, മുതലാക്കാൻ വേണ്ടി മാത്രമേ EV എടുക്കുക. അല്ലാതെ ബാക്കി അവർക്കിത് മുതലാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇത് മൊത്തത്തിൽ ഇതിൻ്റെ EVയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വണ്ടി എടുക്കുക. ഇപ്പം ഇതേപോലുള്ള ചാർജിങ് പ്രോബ്ലങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രം, അങ്ങനെ ഇത്തിരി ക്ഷമയൊക്കെ ഉള്ളവർ മാത്രം EV എടുത്താൽ മതി. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള മാത്രം. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടി EV ആണ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാരെന്ത് പറഞ്ഞു? EVയുടെ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അവരെന്തായിരിക്കും ആദ്യം പറയുന്നത്? അച്ഛന് ഇതിനെ കുറിച്ച് അറിവ് കുറവായിരുന്നു. അമ്മയെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പം EV ബസ് തന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് അമ്മ ഓക്കെ ആയിരുന്നു. പിന്നെ ബാക്കി അങ്ങനെ ഫാമിലിയിൽ വേറെ ആരും, അവരെല്ലാവരും മനസ്സിലായി. മൊത്തത്തിൽ ഇപ്പം ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം EV വെഹിക്കിളാണ്, അവർ കാണുന്നതാണ്. അപ്പോൾ അവർക്ക് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാക്കേണ്ട അവസ്ഥ വന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെ വന്ന സമയത്ത് ഈ വണ്ടി എടുക്കുമ്പോൾ കുറേ റിസ്ക് ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വഴിയിലാവുന്നതിനെ പറ്റിയും ബാറ്ററി ഇത് ഫെയിലറായി കിടക്കുന്നതും ഇവരെ എന്തായാലും നമ്മളൊരു വണ്ടി എടുക്കാൻ നേരത്തെ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്ന് റിസർച്ച് ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ അല്ലേ എന്തായാലും റിവ്യൂ ഒരുപാട് കണ്ടിട്ടൊക്കെ അല്ലേ എടുക്കുള്ളൂ. അങ്ങനെ എടുത്ത സമയത്ത് എന്തായാലും ഈ ഗൂഗിളിൽ കയറി നോക്കി കഴിഞ്ഞാൽ കുറേ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഈ കംപ്ലൈൻറ്റും ഇതൊക്കെ കേട്ടിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇനി ഞാൻ എടുത്താൽ അങ്ങനെ വരുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ, ഒരു പേടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയെ ട്രസ്റ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു, എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. പക്ഷേ സർവീസ് സെന്റർ ദുരന്തമാണെന്നാണല്ലോ പറഞ്ഞത്. അതിപ്പം കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, ബാക്കി കുറേ ആൾക്കാർ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ടാറ്റയെ ട്രസ്റ്റ് ചെയ്താണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാതെയാണ് വണ്ടി എടുത്തത്. നമുക്ക് അങ്ങനെ ടെൻഷൻ അടിച്ചാൽ നമുക്കൊരു
വാങ്ങാൻ തോന്നില്ല നമുക്ക്. 24/7 റോഡ് അസിസ്റ്റന്റ് എല്ലാം ഉള്ളതാണ്. അത് ഞാൻ റോഡ് സൈഡ് ഞാൻ എടുത്തിട്ടില്ല. എന്നാലും നമുക്ക് കേരള വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും. അതാണ് ഏറ്റവും വലിയ കോമഡി. കേരള വിളിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ഹിന്ദി ഇംഗ്ലീഷാണ്. അങ്ങനെ എവിടെയും പെട്ടായിരുന്നു. അന്ന് ഒരു തവണ ഇതുപോലെ ഈ ചാർജിങ് ലോക്കായ സമയത്ത് കേരള വിളിച്ചു. കേരള വിളിച്ച സമയത്തും ഫുൾ ഇംഗ്ലീഷ്, മനസ്സിലാവാൻ പറ്റാത്ത ഇംഗ്ലീഷായിരുന്നു. അത് ഞാൻ പിന്നെ എനിക്കറിയാവുന്ന ഇംഗ്ലീഷൊക്കെ വെച്ച് ഞാൻ സംസാരിച്ചു പോയി. ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മിനിമം നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജ് എങ്കിലും കൊടുക്കണമായിരുന്നു. മലയാളം ലാംഗ്വേജ് വെക്കാമായിരുന്നു. വെച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, വെക്കേണ്ടതായിരുന്നു. ഇനി എന്ത് ചെയ്യും? നോർമലി EV കാർ 10% താഴെ പോകുമ്പോഴത്തേക്കും ലിംബ് മോഡ് ഓൺ ആവാറുണ്ട്. അതായത് AC വർക്കിംഗ് ആവാറില്ല, പവർ വളരെ കുറയും. നമ്മുടെ മൊബൈലിലേക്കുള്ള പവർ സേവിംഗ് മോഡ് പോലത്തെ രീതിക്ക് അതൊന്ന് സ്വിച്ച് ആവും. നമുക്ക് ലോഡൊക്കെ കയറാൻ വേണ്ടി കുറച്ച് പവർ കുറയും. ആ സാധനം ചില ആൾക്കാർക്ക് 35%-ലും 40%ലൊക്കെ പല ആൾക്കാർക്കും വന്നിട്ടുണ്ട്. അതിലുള്ള ഒരാളാണ് സർവീസ് സെന്ററിൽ കൊണ്ട് കയറ്റിയിട്ട് കമ്പനി മാറിക്കൊടുക്കാതെ സർവീസ് സെന്ററിന്റെ പുറകെ നടത്തിച്ചു പുള്ളി. അങ്ങനെ ഒരു വീഡിയോ കിടപ്പുണ്ട്. കുറെ പുള്ളി കയറി ഇറങ്ങി. എന്നിട്ട് ഇപ്പൊ മാറ്റി കൊടുത്തോന്ന് അറിയില്ല. അങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം മെയിനായിട്ട് പെട്രോൾ ലാഭിക്കാനാണല്ലോ ഈ വണ്ടി എടുക്കുന്നത്. ഈ വണ്ടി സർവീസ് സെന്ററിൽ കിടന്നിട്ട് വേറെ വണ്ടിയും കൊണ്ട് പെട്രോൾ അടിച്ചു കിടന്നു കഴിഞ്ഞാൽ നമുക്കിത് മുതലാവില്ലല്ലോ. അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ഇതിന് മുമ്പ് ഈ EV എടുക്കുന്നതിന് മുമ്പ് 2 വീലർ ഏതെങ്കിലും EV എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? വീട്ടിൽ കാർ ഉണ്ടായിരുന്നു. എനിക്ക് അല്ല EV ഇല്ല, EV വെഹിക്കിൾ ഇല്ലായിരുന്നു. വീട്ടിൽ കാർ ഉണ്ടായിരുന്നു. അത് I20 ആയിരുന്നു. പക്ഷെ എനിക്ക് I20യിൽ മൈലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-13ഒക്കെയാണ്. അത് എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി? അതൊരു 17,000 ഓടിയ വണ്ടിയാണ് I20. അത് ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് അതിന്റെ സീറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു കുഴു ഫീലാണ്. പിന്നെ നല്ല ബോഡി റോളൊക്കെ ഉണ്ടായിരുന്നു ആ വണ്ടി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ വളരെ ബെറ്റർ ആണ്. ബോഡി റോൾ എന്നൊരു സാധനം EV-യിൽ കുറവാണ്. കാര്യം ബാറ്ററി പ്ലാറ്റ്ഫോം താഴെ ആയതുകൊണ്ട് വളരെ പതിങ്ങാണ് ഈ വണ്ടി റോഡിൽ കൂടെ പോകുന്നത്. ബോഡി റോളൊന്നും വരുന്നില്ല. I20 കിട്ടുമോ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്? അത് തരാം. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ പിന്നെ മെയിനായിട്ട് ഇപ്പം ഈ കാറിൽ തന്നെയാണ് ഫുള്ള് പോകുന്നത്. കാര്യം എനിക്കൊരു 2 വീലറിൽ പോകുന്നതിനേക്കാൾ വളരെ ലാഭമാണ്. അപ്പോൾ ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓട്ടം കാണും ഈ വണ്ടിക്ക്? ഇപ്പോൾ ഞാൻ മാക്സിമം ഒരു വീക്കിൽ ഞാൻ ഒരു 400 കിലോമീറ്റർ 500 കിലോമീറ്റർ ഒക്കെ ഒരു വീക്കിൽ കവർ ആവും ഓടാറുണ്ട്. വർക്കിന്റെ ആവശ്യമായിട്ടാണെങ്കിലും വർക്കിന്റെ ആവശ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രീതിക്ക് കാശ് ലാഭിക്കുന്നുണ്ട്. ഇപ്പൊ 2 വീലറിനൊക്കെ ലാഭമാണ്. അതിനുള്ള പെർഫോമൻസും തരുന്നുണ്ട്. മുന്നേ തന്നെ എനിക്ക് എന്റെ 2 വീലറിൽ എനിക്ക് പോകാൻ തന്നെ മന്ത്ലി എനിക്ക് ഒരു 8K ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പം അതിന്റെ ഇരട്ടി കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പോലും ആ പൈസ ആവുന്നില്ല. അതും കാറിൽ സെറ്റായിട്ട് പാട്ടൊക്കെ പോയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് വളരെ ഹാപ്പിയാണ്. മെയിനായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് കാശ് ഇറക്കണ്ടല്ലോ എന്നുള്ള അതിന്റെ ലാഭമുണ്ട്. പക്ഷെ അത് എന്തെങ്കിലും ഒരു മാരക പണി ഈ ബാറ്ററി ഇങ്ങനെ ഒരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടായിരിക്കുന്നത് പോലെ ഒരു പ്രശ്നമായിട്ട് ഇരിക്കുകയില്ലേ? എന്ന് വേണോ എപ്പോൾ വേണോ വഴിയിലാവുന്ന ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം മുന്നോട്ട് ഒത്തിരി റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ബാറ്ററിയുടെ ഒക്കെ വില കുറയാം. നമുക്ക് പല സാധനങ്ങളും അങ്ങനെയാണല്ലോ, തുടങ്ങിയ സമയത്തുള്ള വില ആയിരിക്കില്ലല്ലോ ഒത്തിരി പോകുമ്പോഴത്തേക്കും. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒത്തിരി EV ആകുമ്പോഴത്തേക്കും ഒത്തിരി ബാറ്ററി റിസർച്ചും ഒത്തിരി പുതിയ കമ്പനികളൊക്കെ വന്ന് ബാറ്ററിയുടെ പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ വണ്ടിയിൽ പുതിയൊരു ബാറ്ററി നമുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്കത് ഓടാം. ഇത് കമ്പനി മൊത്തം എത്ര വാറണ്ടി പറയുന്നത്? 1,60,000 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. അത് ബാറ്ററിക്ക് മാത്രം? ബാറ്ററിക്ക് മോട്ടറിന്. വണ്ടിക്ക് പറയുന്നത് 1,00,000 കിലോമീറ്ററാണ്. 1,00,000 കിലോമീറ്റർ. അപ്പോൾ ഈ വണ്ടിയിൽ ടോട്ടലായിട്ട് തൃപ്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഒരു 5 പ്ലസ് തൃപ്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയാം. സ്വാഭാവികം, അത് കയ്യിലാണ്. ഞാൻ ചോദിക്കുന്നത് ഈ വണ്ടിയുടെ ഒരു നല്ല കുറച്ച് ഫീച്ചേഴ്സും കുറച്ച് ഉണ്ടായിട്ട് നമുക്കൊരു മോശമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ പറയും? എനിക്ക് ഇതിൻ്റെ ബാഡായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പ്രൊഫൈൽ ഫ്രണ്ട് ഡിസൈൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താണ് ഇഷ്ടപ്പെടാത്ത? എന്താണ് എൻ്റെ ഒരു ബാക്ക് ഡിസൈൻ? അതൊരു ഓൾഡ് ഡിസൈൻ ആയിട്ട് തോന്നുന്നു. ഇതിപ്പോൾ ഇത്രയും ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു ബാക്കും കൂടെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു. വേറെ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചില ഇതിൻ്റെ ക്വാളിറ്റി പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്തു. നമ്മളെ ഈ ടയറിലൊക്കെ വരുന്ന ആ ഒരു അലോയി അല്ല, ഒരു വീൽ കപ്പ് പോലത്തെ ഒരു ടാറ്റയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് അതിലൊക്കെ കുറച്ച് ക്വാളിറ്റി പ്രോബ്ലം ഫീൽ ചെയ്തു. എനിക്ക് ഇതിൻ്റെ പെയിൻറ്റിങ് ക്വാളിറ്റി എനിക്ക് കുറച്ച് മോശമായിട്ട് ഫീൽ ചെയ്തു. പെയിൻറ്റിങ് ക്വാളിറ്റി ഈ കാണാനുള്ള ഒരു ചന്തം മാത്രമേ ഉള്ളൂ. ആ ഒരു പെയിൻറ്റിന് ആ ഒരു ഡെപ്ത് ഇല്ല. ആ ഒരു സാധനം എന്താ പറയുക, ആ ഒരു പുറമേ ആ ഒരു
തിളങ്ങി നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നോർമലി ആക്റ്റീവിലൊക്കെ വരുന്ന ഒരു പെയിന്റിങ് മാത്രം, അത്രേ ഉള്ളൂ. ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നല്ലതായിരിക്കാം, പക്ഷെ ഇതിന്റെ ബാക്കിലുള്ള ലോഡ് സെൻസർ, അതായത് സീറ്റ് ബെൽറ്റിന്റെ ആ ഒരു ബീപ്പ് സൗണ്ട്, അയ്യോ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ശബ്ദം എന്നൊക്കെ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഓഫ് ആവുന്നവരല്ലേ? കുറച്ച് സമയം കഴിഞ്ഞാൽ മാറും, പക്ഷെ വണ്ടി എപ്പോഴെങ്കിലും നമ്മൾ പെട്ടെന്ന് കയറുകയോ പെട്ടെന്ന് ആരെങ്കിലും ഇറങ്ങി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്പോൾ അടിക്കും. അത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ബീപ്പ് സൗണ്ട് ആണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. ഓവറോൾ ഹാപ്പിയാണ്. വേറെ പിന്നെ ഗുഡ് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബാക്കി പുതിയതായിട്ട് ഒരാൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ അടുത്ത് ധൈര്യമായിട്ട് എടുത്തോ, കൂടെ ഉണ്ടെന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാണ്. കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ പുതിയ ഫീച്ചറുകൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് എടുക്കാം. അവർ വളരെ ഹാപ്പി ആയിരിക്കും. പിന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടോ വേണം എടുക്കാം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് ഓടുന്ന EV പറ്റിയുള്ള കുപ്രചരണങ്ങളൊക്കെ വെറും ഇതാണ്, അത് വെറും തോന്നലൊക്കെയാണല്ലോ. അത് കുറെ ആൾക്കാർ ഇപ്പോഴും എന്താ പറയുക, പഴയ പൊട്ടക്കിണറ്റിലുള്ള തവളയെ പോലെ ഹൈബ്രിഡ് ആണ്, അല്ലെങ്കിൽ പെട്രോൾ ആണ്, ഡീസലാണ്. പണ്ട് നമ്മൾ കാളവണ്ടി ഓടിച്ചുകൊണ്ട് നടന്നിട്ട് പുതിയ കാറോ അല്ലെങ്കിൽ ലോറിയൊക്കെ വരുന്ന സമയത്ത് കുറ്റം പറഞ്ഞിട്ടില്ലേ? അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ലോകം എങ്ങോട്ടാണ് മാറുന്നതെന്ന് മനസ്സിലാക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചൈനയൊക്കെ ഫുള്ള് ഇലക്ട്രിക് ആണ്. അതിന്റെ ബെനിഫിറ്റ് അവരുടെ സിറ്റിക്കകത്തുണ്ട്. കാര്യം ഒട്ടും തന്നെ സൗണ്ട് ഇല്ല, ഒട്ടും തന്നെ പുകയില്ല, പൊടിയില്ല, കുറച്ചുകൂടെ എൻവയോൺമെന്റിന് കുറച്ചുകൂടെ സേഫ് ആയിട്ട്. അതൊക്കെ നമുക്ക് അതൊക്കെ EV അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ നോയ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. സിറ്റിയിലൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിന്റെ പകുതി നമുക്ക് കുറയും ഈ വണ്ടികളൊക്കെ. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളെ ഈ EV ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ 4500 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ഫുൾ റിവ്യൂ ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കുറേ ആൾക്കാർക്കുള്ള സംശയങ്ങൾ തീർന്നു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു, കുറേ കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു പുതിയൊരു അറിവ് കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ഇനി ബാക്കി എന്തെങ്കിലും ഇതിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. ഓക്കെ താങ്ക് യു.